ഹലോ നമസ്കാരം, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഓരോ PYQ ക്വസ്റ്റ്യൻസുമായി എത്തുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് അത് കാണുകയും നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ക്ലാസ്സിലൂടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായും PYQ സീരീസ് കാണുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ PYQ സീരീസ് ആണ് വരാൻ പോകുന്നതെന്ന്. നിങ്ങൾ ഒരു ബുക്കും പേപ്പറും ആയിട്ടിരിക്കുക. പറയുന്ന ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ആൻസർ നോട്ട് ചെയ്യുക. അപ്പൊ തന്നെ നമ്മൾ ഉത്തരവും പറയുന്നുണ്ട്. അപ്പൊ ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായിട്ടും നോട്ട് ചെയ്ത് പോവുക. അപ്പൊ ക്ലാസ് അവസാനമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയായി എത്ര എണ്ണം തെറ്റിപ്പോയി എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ നിങ്ങളുടെ ആ മാർക്കുകൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഈ PYQ സീരീസ് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ ഇങ്ങനെ ഡെയിലി എല്ലാ ദിവസവും ഓരോ PYQ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യുന്നുണ്ടല്ലോ, ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഓരോ ദിവസവും നിങ്ങൾക്ക് മാർക്കിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ വ്യത്യാസങ്ങൾ കൂടി നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഞങ്ങളും അറിയട്ടെ, ഞങ്ങൾ കാരണം നിങ്ങൾക്ക് ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ടെന്ന്. അപ്പൊ കൂടുതലൊന്നും പറയാനില്ല, നമ്മുടെ ഇന്നത്തെ സെക്ഷൻ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ആദിത്യ കെ ആണ് നിങ്ങൾ കാണുന്നത്. സഹകാരിക്കാണ് ഫസ്റ്റ് റാങ്ക് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കോമൺലി പറഞ്ഞ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് നമുക്കൊരു ബാച്ച് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 10th ലെവലിന് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഇതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്പർ ഇനി വരുന്ന ഈ ഒരു ക്ലാസ്സിലുടനീളം നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 109/2024 ചോദ്യ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ണൂർ LD ആണ് കേട്ടോ. LD ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം കാണാം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏത് എന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A ഇറാൻ, B മാലിദ്വീപ്, C ഇന്തോനേഷ്യ, D ശ്രീലങ്ക. അപ്പൊ നമുക്കറിയാം ഇപ്പോഴും ഗാസയിൽ എന്ത് നടക്കുകയാണ്, യുദ്ധം നടക്കുകയാണ് അല്ലെ. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധഫലമായിട്ട് ഗാസയിൽ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചത് കൊണ്ട് ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണ്? നിങ്ങൾ ഇതിനോടകം നിങ്ങളുടെ പേപ്പറിൽ നിങ്ങളുടെ ഉത്തരം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ആൻസർ B ആണ് കേട്ടോ. ഓപ്ഷൻ B മാലിദ്വീപ് ആണല്ലേ. അപ്പൊ മാലിദ്വീപ് ഉറപ്പായിട്ടും എന്താണ്, മാലിദ്വീപ് ടൂറിസ്റ്റുകൾക്ക് വളരെ പ്രിയങ്കരമായിട്ടുള്ള ഒരു രാജ്യമാണല്ലേ. ശ്രീലങ്കയിലേക്കോ ഇറാനിലോട്ടോ ഇന്തോനേഷ്യയിലൊന്നും ഇങ്ങനെ ടൂർ പോകേണ്ട ആവശ്യം നമുക്കില്ല. മാലിദ്വീപിലാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ പോകുന്നത്. ഓപ്ഷൻ B മാലിദ്വീപ് ആണ് ഉത്തരമായി വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. അപ്പൊ ഒരു വ്യക്തിയെ തിരിച്ചറിയാനാണ് അദ്ദേഹത്തെ പറ്റിയുള്ള ചില പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നോക്കാം. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. അപ്പൊ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഓഫ് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ, പവർ ഇൻ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ രണ്ട് വ്യക്തികളുടെ പേര് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട് അല്ലെ. അടുത്ത് നോക്കിക്കേ. 1952 ഒറീസയിലെ ഗവർണറായി ചുമതലയേറ്റു. ഏകദേശം ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. അപ്പൊ നാട്ടുരാജ്യ സംയോജനം എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് വ്യക്തികളുടെ പേരാണ് വരുന്നത്. അതിൽ ഒന്ന് പട്ടേലാണ്. അപ്പൊ ഒന്ന് പട്ടേൽ, അത് ക്ലിയർ. ഇപ്പൊ ആരാണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയി കാണും. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഓപ്ഷൻ A VV ഗിരി, B KM പണിക്കർ, C ശങ്കരൻ നായർ, D VP മേനോൻ. ആരാടെ ക്ലിയർ അല്ലേ? നിങ്ങൾ എല്ലാവരും ഉത്തരത്തിലേക്ക് എത്തിയില്ലേ? ആരാണ്? നമ്മുടെ VP മേനോൻ അല്ലേ. ഓപ്ഷൻ D VP മേനോനാണ് ഉത്തരമായി വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥത്തിന്റെ പേര് പഠിച്ചു വെക്കുക. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. VP മേനോൻ പൂർണ്ണമായ പേര് പഠിച്ചു വെക്കുക. വാപ്പാല പങ്കുണ്ണി മേനോൻ. എന്താണ്? വാപ്പാല പങ്കുണ്ണി മേനോൻ. അതാണ് VP മേനോൻ എന്നറിയപ്പെടുന്നത്. വാപ്പാല പങ്കുണ്ണി മേനോൻ. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് The story of the integration of the Indian states. എന്താണ്? The story of the integration of Indian states എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? വാപ്പാല പങ്കുണ്ണി മേനോൻ അഥവാ VP മേനോൻ തന്നെയാണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? അപ്പൊ നാറ്റോയുടെ ആസ്ഥാനമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പാരീസ്, ബ്രസൽസ്, ബെർലിൻ, ജനീവ. എവിടെയാണ്?
ഏതാണ് നാറ്റോയുടെ ആസ്ഥാനം? നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഏതാണ്? ഓപ്ഷൻ ബി ബ്രസൽസ് ആണല്ലേ. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. എന്താണ് നാറ്റോ? എന്താണ് നാറ്റോ? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് നാറ്റോയുടെ പൂർണ്ണമായ പേര്. നാറ്റോ രൂപീകൃതമായത് 1949 ഏപ്രിൽ 4-നാണ്. 1949 ഏപ്രിൽ 4-നാണ് നാറ്റോ രൂപീകൃതമാകുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, നമുക്ക് കുറച്ച് പ്രസ്താവനകൾ തന്നു കഴിഞ്ഞാൽ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് നോക്കുക. ശരിയായത് എടുക്കാനാണോ, തെറ്റായത് എടുക്കാനാണോ, അല്ലെങ്കിൽ ശരിയല്ലാത്തവ എന്നൊക്കെ നമുക്ക് തരും. അത് നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ശരിയായവ തിരഞ്ഞെടുക്കുക. നോക്കിക്കേ. 1 സമത്വ സമാജം അയ്യങ്കാളി, 2 ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, 3 സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു, 4 യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. അപ്പൊ ഇതിൽ ശരിയായിട്ട് കൊടുത്തിരിക്കുന്ന, കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ജോഡികൾ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 1, 2, ഓപ്ഷൻ ബി 3, 4, ഓപ്ഷൻ സി 2, 4, ഓപ്ഷൻ ഡി 3, 1. ഇവയാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പൊ ഇതിൽ നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചേ. ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. 2, 4 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 2 എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മുടെ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര് തന്നെയാണ്? വാഗ്ഭടാനന്ദൻ തന്നെയാണ്. അതുപോലെ തന്നെ എന്താണ്? യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. സഹോദര പ്രസ്ഥാനം നമുക്ക് നന്നായിട്ട് അറിയാം. 1917 സഹോദരൻ അയ്യപ്പനാണ് സഹോദര പ്രസ്ഥാനം സ്ഥാപിക്കുന്നത്. സമത്വ സമാജം, സമത്വത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. നമുക്ക് പല സമത്വ സമാജങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലേ. അപ്പൊ എന്താണ്? സഹോദര പ്രസ്ഥാനം ആരാണ്? നമ്മുടെ സഹോദരൻ അയ്യപ്പൻ. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. 2ഉം 4ഉം മാത്രമാണ് ശരി. ഉത്തരമായി വരുന്നു ഓപ്ഷൻ സി. 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 5ാമത്തെ ചോദ്യം നോക്കിക്കേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? അപ്പൊ മൗണ്ട് ബാറ്റൺ പദ്ധതി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി അഥവാ ജൂൺ 3 പദ്ധതി അഥവാ ഡിക്കി ബേർഡ് പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നു അല്ലെ. നമ്മുടെ മൗണ്ട് ബാറ്റൺ പദ്ധതി അതുമായി ബന്ധപ്പെട്ട് പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഒന്ന് നോക്കിക്കേ. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്? 2 ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നത് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്തെ അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യമായിട്ട് അനുവദിക്കാം. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 3ഉം 1ഉം, ഓപ്ഷൻ സി 2ഉം 4ഉം, ഓപ്ഷൻ ഡി 2ഉം 1ഉം. ഇതിൽ ഏതാണ് നമ്മുടെ മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്തത്? ഏതാണ്? നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്കറിയാം. എന്താണ്? ഓപ്ഷൻ എ 1 മാത്രം. ഏതൊക്കെ പ്രദേശങ്ങളിൽ പാകിസ്ഥാനിലേക്ക് ചേർക്കണമെന്ന് തീരുമാനിച്ചത് ഒരിക്കലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയല്ല. അതിനെ ന്യായീകരണം നൽകുന്നു 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എന്താണ്? അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദനീയമാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു പ്രസ്താവനയിൽ മേൽ രൂപം കൊണ്ട രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? പാകിസ്ഥാൻ എന്ന് പറയുന്നത് അല്ലെ. 1947 ഓഗസ്റ്റ് 14-നാണ് പാകിസ്ഥാൻ രൂപീകൃതമാകുന്നത്. ക്ലിയർ അല്ലേടെ? സെറ്റ് അല്ലേ? ഇത് അടുത്ത ചോദ്യം നോക്കാം. 6ാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പൊ നമുക്കിനി വേൾഡ് ഹിസ്റ്ററിയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. 1ാമത്തേത്, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 11-ാമൻ. 2 എനിക്ക് ശേഷം പ്രളയം ലൂയി 15. 3 നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചൂടെ മേരി അന്റോണിയേറ്റ്. ഓപ്ഷൻ എ 1, 3 ശരി, ഓപ്ഷൻ ബി 2, 3 ശരി, ഓപ്ഷൻ സി 1, 2 ശരി, ഓപ്ഷൻ ഡി 3 മാത്രം ശരി. ശരിയായത് ഏതെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് ശരി? 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 11-ാമനാണോ? അല്ല, ലൂയി 14-ാമൻ അല്ലേ. ലൂയി 14-ാമനാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത്. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചൂടെ മേരി അന്റോണിയേറ്റ് ലൂയി 15-ന്റെ ഭാര്യയാണ്. അപ്പൊ 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം ശരി. ഓപ്ഷൻ ബി ആണ്
ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. കിട്ടിയില്ലേ? കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ? വേൾഡ് ഹിസ്റ്ററിയിൽ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏഴാമത്തെ ചോദ്യം, പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെനിൻസുലാർ ഇന്ത്യ എന്താണ്? പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ നർമ്മദ, ബി കൃഷ്ണ, സി ഗോദാവരി, ഡി മഹാനദി. ഏതാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബകേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? വൃദ്ധഗംഗ എന്നും ദക്ഷിണഗംഗ എന്നും അറിയപ്പെടുന്നു. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നമ്മുടെ സ്വന്തം ഗോദാവരിയാണല്ലേ ഉത്തരമായി വരുന്നത് അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് ഗോദാവരി നദിയെ പറ്റി പറഞ്ഞത്? മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബകേശ്വർ കുന്നുകളിൽ നിന്നും ആരംഭിക്കുന്നു. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി, ഡെക്കാൻ പീഠഭൂമിയിലൂടെ എവിടെയാണ്? ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി, വൃദ്ധഗംഗ എന്നും ദക്ഷിണഗംഗ എന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഓർത്തു വെക്കുക, ഗോദാവരി നദി ഗിരികന്ധനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്താണ് ഗിരികന്ധനങ്ങൾ? നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഗോദാവരി നദി ഗിരികന്ധനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ ഗോദാവരി നദി ഗിരികന്ധനങ്ങൾ സൃഷ്ടിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, ഏത് പ്രദേശത്തെന്ന് ചോദിച്ചാൽ പഠിച്ചു വെക്കുക. പോളവാരം എവിടെയാണ്? പോളവാരത്താണ് ഗോദാവരി നദി ഗിരിനന്ദനങ്ങൾ സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ പോഷക നദികൾ പഠിച്ചു വെക്കുക. പൂർണ, ഇന്ദ്രാവതി, മഞ്ചീര, ശബരി, പൊൻഗംഗ. ഏതാണ്? പൊൻഗംഗ. അതുപോലെ പ്രാൺഹിത. ഇവയെല്ലാം തന്നെ ഗോദാവരി നദിയുടെ പോഷക നദികളാണ്. നിങ്ങൾ കേട്ടുവയ്ക്കുക. ഏതൊക്കെയാണ്? പൂർണ, ഇന്ദ്രാവതി, മഞ്ചീര, പൊൻഗംഗ, പ്രാൺഹിത, ശബരി. ഇവയെല്ലാം തന്നെ എന്തിന്റെ പോഷക നദികളാണ്? നമ്മുടെ ഗോദാവരിയുടെ പോഷക നദികളാണ്. പഠിച്ചു വെക്കുക. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഓപ്ഷൻ എ പാരീസ്, ബി ലണ്ടൻ, സി ന്യൂയോർക്ക്, ഡി ഗ്രീൻവിച്ച്. ഇവയിൽ എവിടെ കൂടെയാണ് നമ്മുടെ പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത്? അപ്പൊ ആദ്യം നമുക്ക് പ്രൈം മെറിഡിയൻ എന്താണെന്ന് അറിയണം അല്ലേ? പ്രൈം മെറിഡിയൻ എന്താണെന്ന് അറിയാവോ? എന്താണ്? 0 ഡിഗ്രി രേഖാംശ രേഖ. എന്താണ്? 0 ഡിഗ്രി രേഖാംശ രേഖയാണ് എന്തെന്നറിയപ്പെടുന്നത്? പ്രൈം മെറിഡിയൻ എന്നറിയപ്പെടുന്നത്. രേഖാംശ രേഖ നമ്മൾ സമയനിർണയത്തിനായി കണക്കാക്കുന്ന എന്താണ്? ഭൂമിയുടെ വടക്ക് നിന്നും തെക്കോട്ട് വരച്ചിരിക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് പ്രൈം മെറിഡിയൻ അഥവാ നമ്മൾ എന്തെന്ന് വിളിക്കും? ഗ്രീനിച്ച് ലൈൻ എന്ന് പറയും. പ്രൈം മെറിഡിയൻ അഥവാ നമ്മൾ എന്തെന്ന് വിളിക്കും? ഗ്രീനിച്ച് ലൈൻ അല്ലെ? ഗ്രീനിച്ച് രേഖ എന്ന് നമ്മൾ വിളിക്കും. ഇപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. എവിടെയാണ്? ഓപ്ഷൻ ഡി, ഗ്രീനിച്ച് അല്ലെ? ഗ്രീനിച്ചിലൂടെയാണ് നമ്മുടെ പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത്. ഒരു കാര്യത്തിന് തന്നെ ഒന്നിൽ കൂടുതൽ പേരുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്നുവെങ്കിൽ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഗ്രീനിച്ച് ലൈൻ എന്നറിയപ്പെടുന്നു 0 ഡിഗ്രി രേഖാംശ രേഖ അഥവാ നമ്മുടെ എന്താണ്? പ്രൈം മെറിഡിയൻ അല്ലെ? പ്രൈം മെറിഡിയൻ, ഗ്രീനിച്ച് ലൈൻ മറക്കരുത്. ഓപ്ഷൻ ഡി ഗ്രീനിച്ച് ആണ് ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം, രേഖാംശ രേഖ നമ്മൾ പഠിച്ചു. അടുത്ത് നോക്കിക്കേ. അടുത്ത ചോദ്യം, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്തിലൂടെ ഉത്തരായന രേഖ അഥവാ 23.5 ഡിഗ്രി നോർത്ത്, അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. 23.5 ഡിഗ്രി സൗത്ത് ആവുമ്പോൾ അത് ദക്ഷിണായന രേഖയായി മാറുന്നു. അപ്പൊ 23.5 ഡിഗ്രി നോർത്ത് നമ്മുടെ രാജ്യത്തൂടെ കടന്നു പോകുന്നുണ്ട്. ഏത് സംസ്ഥാനത്തിലൂടെ അത് കടന്നു പോകുന്നില്ല എന്നതാണ് നമ്മുടെ ചോദ്യം. രാജസ്ഥാൻ, ഒഡീഷ, ഗുജറാത്ത്, ത്രിപുര എന്നാണ് നമ്മുടെ ഓപ്ഷൻസ് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. അതിലില്ലാത്തത് ഏതാണോ അതാകുമല്ലോ ഇവിടുത്തെ ഉത്തരം. അപ്പൊ നമ്മുടെ ഉത്തരായന രേഖ കടന്നു പോകുന്ന ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം 8 ആണ്. എത്രയാണ്? 8 ആണ്. നോക്കുക,
ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. എന്താണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം എന്നിങ്ങനെ 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നു. അപ്പോ ഇതിലില്ലാത്ത, ഈ 8 എണ്ണത്തിലില്ലാത്ത ആ ഒരു സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി, ഒഡീഷ. ഒഡീഷയാണ് ഇവിടെ ഉത്തരമായി വരുന്നത്. ക്ലിയർ അല്ലേ? 10ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 10ാമത്തെ ചോദ്യം, എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം. ഓപ്ഷൻസ് നോക്കിക്കേ. തെക്ക് കിഴക്കൻ ഏഷ്യ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക എന്നിങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻസ് വരുന്നത്. ആദ്യം നമുക്ക് എന്താണ് എൽ നിനോ എന്നൊന്ന് പഠിക്കാം. എന്താണ് എൽ നിനോ? എൽ നിനോ എന്താണെന്ന് ചോദിച്ചാൽ 3 മുതൽ 8 വർഷം വരെയുള്ള ഒരു കാലയളവിൽ നമ്മുടെ സമുദ്ര അന്തരീക്ഷ ബന്ധങ്ങൾ താറുമാറാകുമ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ വ്യതിയാനം വരുന്നു. ഉഷ്ണജല പ്രവാഹങ്ങൾ ശീതജലമായും ശീതജല പ്രവാഹങ്ങൾ ഉഷ്ണജല പ്രവാഹങ്ങളൊക്കെയായി മാറി മറിയുന്ന ഒരു കാഴ്ച, അതിനെയാണ് എൽ നിനോ എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോഴുള്ള ഒരു കാലാവസ്ഥയിൽ നിന്നൊക്കെ മാറി മറിഞ്ഞ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് എൽ നിനോ എന്നറിയപ്പെടുന്നത്. ഈ എൽ നിനോ എന്ന പ്രതിഭാസം ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് പെറുവിലെ മത്സ്യത്തൊഴിലാളികളാണ്. ആരാണ്? പെറുവിലെ മത്സ്യത്തൊഴിലാളികൾ. അപ്പൊ നമുക്ക് ക്ലിയർ കട്ടായിട്ട് നമുക്ക് മനസ്സിലായി കാണും, ഈ പ്രതിഭാസം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പ്രധാനമായും ബാധിച്ചത് ആ ഒരു പ്രദേശത്തെ ആയിരിക്കില്ലേ, അതായത് ആ ഒരു ഭൂവിഭാഗത്തെ ആയിരിക്കില്ലേ. അതുകൊണ്ടല്ലേ അവർക്കത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റിയത്. പെറുവിലെ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം ഇവിടെ കിട്ടിക്കഴിഞ്ഞു. പെറു എന്ന് പറയുന്ന സംസ്ഥാനം ഏത് ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്നു? എവിടെയാണ്? തെക്കേ അമേരിക്ക. ഉത്തരമായി വരുന്നു ഏതാണ്? ഓപ്ഷൻ സി, തെക്കേ അമേരിക്ക. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ഇങ്ങനെ തന്നെ ചോദിക്കും. എൽ നിനോ പ്രതിഭാസം ആദ്യമായി തിരിച്ചറിഞ്ഞത് പെറുവിലെ മത്സ്യത്തൊഴിലാളികളാണ്. എൽ നിനോ കാണുന്നത് എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. എൽ നിനോ എന്ന വാക്കിന്റെ അർത്ഥം പഠിച്ചു വെക്കുക. എൽ നിനോ എന്ന് വെച്ചാൽ ഉണ്ണിയേശു എന്നാണ് അർത്ഥം കേട്ടോ. എൽ നിനോ എന്ന വാക്കിന്റെ അർത്ഥം ഉണ്ണിയേശു എന്നാണ്. ഈ എൽ നിനോ വിടവാങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ ലാ നിന എന്നറിയപ്പെടുന്നത്. ലാ നിന എന്ന് വെച്ചാൽ ചെറിയ പെൺകുട്ടി. നമ്മുടെ പസഫിക് സമുദ്രത്തിലെ ഊഷ്മാവ് ശരാശരിക്കും താഴെയാകുന്ന പ്രതിഭാസമാണ് എന്തെന്നറിയപ്പെടുന്നത്? ലാനിന എന്നറിയപ്പെടുന്നത്. ലാനിന. അപ്പൊ എൽ നിനോയുടെ ഓപ്പോസിറ്റ് ആണ് എന്തെന്നറിയപ്പെടുന്നത്? ലാനിന. ക്ലിയർ അല്ലേ? 11ാമത്തെ ചോദ്യം നോക്കിക്കേ. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേര്? വടക്കൻ സമതലം. ഏതാണ് നമ്മുടെ വടക്കൻ സമതലം? നമ്മുടെ രാജ്യത്തെ വടക്കൻ സമതലം അഥവാ ഉത്തര മഹാസമതലം. എന്താണ്? ഉത്തര മഹാസമതലം. കാൽബൈശാഖി, ലൂ, വാണിജ്യക്കാറ്റുകൾ മുകളിൽ കൊടുത്തവ ഒന്നുമല്ല. അപ്പൊ നമ്മുടെ വടക്കൻ സമതലത്തിൽ, നമ്മുടെ ഉത്തര മഹാസമതലത്തിൽ വേനൽക്കാലത്ത് വീശുന്ന കാറ്റ് ക്ലിയർ ആണ്. ഏതാണ്? ലൂ ആണല്ലേ? ലൂ ആണ്. വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റാണ് ഏതെന്നറിയപ്പെടുന്നത്? ലൂ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 12ാമത്തെ ചോദ്യം നോക്കിക്കേ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരം, വയനാട്. എവിടെയാണ് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ റോഡ് ടണൽ നിലവിൽ വന്നത്? എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇനി കണ്ണടച്ച് പറയുക. എവിടെയാണ്? തൃശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ നിലവിൽ വന്നത് എവിടെയാണ്? തൃശൂരാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി. ഓപ്ഷൻസ് നോക്കിക്കേ. വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യവർദ്ധനവ്. 2, താരിഫ് നിരക്കിൽ വരുത്തിയ വർധനവ്. ഓപ്ഷൻ സി, വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. ഓപ്ഷൻ ഡി, വിദേശ നാണ്യ വിപണിയിലെ രൂപയുടെ മൂല്യനിർണയം സർക്കാർ നിയന്ത്രണത്തിലാക്കുക. ഇതിൽ ഏതാണ് നമ്മുടെ 91 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ നമ്മുടെ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി? നമുക്ക് ക്ലിയർ ആണ്, നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു പോകുന്ന കാര്യമാണ്. എന്താണ്? വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. ഇതാണ് നമ്മുടെ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി. ആൻസർ
ഓപ്ഷൻ സി ആണ്. നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ? ഇത് നോക്കിക്കേ, 14ാമത്തെ ചോദ്യം. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. ഹരിത വിപ്ലവം. ഓപ്ഷൻ എ ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലുമുള്ള വർധനവ്. ഓപ്ഷൻ ബി വരുമാന വർധനവ്. ഓപ്ഷൻ സി ഗ്രാമീണ അസമത്വം. ഓപ്ഷൻ ഡി തൊഴിൽ വർധനവ്. അപ്പൊ ഇതിൽ ഏതാണ് നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ നേട്ടവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്തത്? ശരിയല്ലാത്തത് അല്ലെ? ശരിയല്ലാത്തത് ഏതാണ് നമുക്കിത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഏതാണ്? ഗ്രാമീണ അസമത്വം. ഒരിക്കലും ഗ്രാമീണ അസമത്വം ഹരിത വിപ്ലവത്തിന്റെ ഒരു നേട്ടമല്ല. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യം ആ ഒരു ടൈമിൽ ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ MS സ്വാമിനാഥൻ അന്തരിച്ച ഒരു ടൈമാണ്. അതുപോലെ തന്നെ ഇനി വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് സ്ഥിര സാന്നിധ്യമായിട്ട് കാണാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം നമ്മുടെ ഗാഡ്ഗിൽ അന്തരിച്ചിട്ടുണ്ടല്ലേ, നമ്മുടെ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെടുത്തിയ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെടുത്തിയ ചോദ്യങ്ങൾ വരാം. കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. 15ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 15ാമത്തെ ചോദ്യം. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ? അപ്പൊ നമ്മുടെ സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ അല്ലെങ്കിൽ എന്താണ് ഔട്ട്സോഴ്സിംഗ് രംഗത്ത് നമ്മുടെ രാജ്യം മുൻപന്തിയിൽ എത്തിക്കാൻ സഹായിച്ച വസ്തുതകളാണ് ചോദിച്ചിരിക്കുന്നത്. 1 വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ. 2 കുറഞ്ഞ വേതന നിരക്ക്. 3 ദാരിദ്ര്യം. 4 തൊഴിലില്ലായ്മ. ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ 1 മാത്രം, ബി 2, 3, 4, സി 1, 2, ഡി 2, 4. ഏതാണ് ശരിയായിട്ടുള്ളത്? നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ പേപ്പറിൽ രേഖപ്പെടുത്തിയോ? ഏതാണ് ഉത്തരമായി വരുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. 1ഉം 2ഉം ഏതൊക്കെയാണ്? വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങളും കുറഞ്ഞ വേതന നിരക്കും. അല്ലാതെ ദാരിദ്ര്യമൊക്കെ അതിന്റെ ഒരു അടിസ്ഥാന ഘടകമായി വരൂ, ഒരു ഔട്ട്സോഴ്സിംഗ് ആയിട്ട് വരൂ? ഇല്ല. എന്തൊക്കെയാണ്? വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്ക്. 16ാമത്തെ ചോദ്യം നോക്കിക്കേ. ഇന്ത്യൻ കാർഷിക രംഗത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ശരിയല്ല. സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ. നമ്മുടെ രാജ്യം ഇപ്പോഴും എന്ത് തന്നെയാണ്? ഒരു കാർഷിക രാജ്യം തന്നെയാണ്. അപ്പൊ നമ്മുടെ സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ നമ്മുടെ കാർഷിക രംഗം തന്നെയാണ്. ശരിയായിട്ടുള്ള കാര്യം. ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്. നമ്മുടെ രാജ്യം ഒരു കാർഷിക രാജ്യം തന്നെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ പങ്ക് നമുക്ക് കൃഷിയിൽ നിന്നാണോ ലഭിക്കുന്നത്? കാർഷിക മേഖലയിൽ നിന്നാണോ ലഭിക്കുന്നത്? റൗണ്ട് ചെയ്ത് വെക്കാം. ഓപ്ഷൻ സി വ്യാവസായികവൽക്കരണത്തിന്റെ അടിത്തറ. ശരിയാണല്ലേ? നമ്മുടെ വ്യവസായവൽക്കരണത്തിന്റെ അടിത്തറയും എന്ത് തന്നെയാണ്? നമ്മുടെ കൃഷി തന്നെയാണ്. പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ പ്രധാന കാരണം. പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ കാരണം നമ്മുടെ കാർഷിക രംഗം തന്നെയല്ലേ? ശരിയാണ്. കാരണം ഒരു കൃഷി ഒരു അച്ഛൻ എന്തുണ്ട്? അച്ഛന് 2 ഏക്കർ വയലിടമുണ്ട്, 2 ഏക്കർ വയലുണ്ട്. അച്ഛനും മകനും മകന്റെ മകനും അച്ഛന്റെ അച്ഛനും എല്ലാവരും കൃഷിപ്പണിക്കാരല്ലേ? എല്ലാവരും ആ വയലിൽ തന്നെ. പക്ഷെ അവർക്ക് ആ ഒരു അധ്വാനത്തിന്റെ ഫലം, അത്രയും ഫലം അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ? ഇല്ല. 4 ആളുടെ പണിയെടുത്താൽ 2 ആളുടെ വരുമാനം മാത്രമേ കിട്ടൂ. അപ്പൊ 2 പേരുടെ വരുമാനം അവിടെ ഇല്ല അല്ലെ? അവിടെ ഇല്ല. അപ്പൊ അതൊരു പ്രച്ഛന്ന തൊഴിലില്ലായ്മയാണ്. കൂടുതൽ പേർ ജോലി ചെയ്യുന്നു, പക്ഷെ വളരെ കുറച്ച് ആളുകളുടെ ഒരു വേതന ഫലം മാത്രമേ അവിടെ നിന്നും ലഭിക്കുന്നുള്ളൂ. അപ്പൊ അത് വളരെ ശരിയാണ്. അപ്പൊ നമുക്കിവിടെ തെറ്റായിട്ടുള്ളത്, അതായത് എന്താണ്? കാർഷിക രംഗത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് എന്ന് ചോദിച്ചാൽ എന്താണ്? ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക് നമ്മുടെ കാർഷിക മേഖലയുടെ കയ്യിലല്ല. അതാണ് ശരിയല്ലാത്തത്. ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ഉത്തരമായി വരുന്നത്. ഓക്കെ, സെറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 17ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നോക്കിക്കേ. ഇനി തലവര മാറും. നമ്മുടെ കമ്പനി ബോർഡ് LGSനുള്ള പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സഹകാരിയുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക, പഠിക്കുക. 2027 എല്ലാവരുടെ കയ്യിലും അപ്പോയിന്റ്മെന്റ് ലെറ്റർ തന്നെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ. 2027 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ CBLGS ജനുവരി 12-നാണ് CBLGSന്റെ ലിസ്റ്റ് അവസാനിക്കുന്നത്. 2027 ജനുവരി 12-ന് തന്നെ നമുക്ക് എന്ത് വരും? പുതിയൊരു ലിസ്റ്റ് വരും. നമുക്ക് എല്ലാവർക്കും തന്നെ ആ ഒരു ലിസ്റ്റിലൂടെ ജോലി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മുടെ CBLGS മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ബെഫ്കോ LDയും വരുന്നുണ്ട്. 2നും സെയിം പ്രിലിംസ് ആണ്. VFAക്ക് മാത്രമാണ് ഡയറക്റ്റ് മെയിൻസ് ഉള്ളതെങ്കിലും ഇതെല്ലാം ഏകദേശം ഒരേ ടൈമിൽ തന്നെയാണ്. അപ്പൊ എല്ലാവരും പഠിച്ച് സെറ്റ് ആവുക, എല്ലാവരും സഹകാരിയിലേക്ക് കടന്നു വരിക. ഓക്കെ, അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.
ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? അപ്പൊ ഒരു പദ്ധതി, സ്വയം പദ്ധതിയുടെ സവിശേഷതയാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, ഗ്രാമപ്രദേശങ്ങളിൽ സ്വയം സഹായ സംഘങ്ങൾ വളർത്തുക. ബി, യുവ സംരംഭകർക്ക് സാമ്പത്തികമായും സാങ്കേതികമായും സഹായം നൽകുക. സി, ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്ന കൗമാരപ്രായത്തിലെ പെൺകുട്ടികളുടെ ഉന്നമനം. ഡി, പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. ഏതാണ് നമ്മുടെ സ്വയം പദ്ധതി വിഭാവനം ചെയ്യുന്നത്? ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ഏത്? നമ്മുടെ സ്വയം പദ്ധതി. ക്ലിയർ അല്ലേ? 18ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 18, നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ഈ ഒരു ചോദ്യം നമ്മുടെ PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻസ് നോക്കാം. ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. വളരെ വളരെ ശരിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നു. ശരിയാണ്. വിദഗ്ധോപദേശക സമിതിയായി പ്രവർത്തിക്കുന്നു. വളരെ ശരിയാണ് അല്ലെ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. ഇവിടെ എല്ലാം ശരിയാണ്. ഇവിടെ ഉൾപ്പെടാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. ഒരുപക്ഷെ ഈ പരീക്ഷ എഴുതിയ കുട്ടികൾ കുറച്ചധികം സമയം ഈ ഒരു ക്വസ്റ്റിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല, നമുക്കറിയാം. പക്ഷെ ഇതിൽ ഏതാണ് കൺഫ്യൂഷൻ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴേ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുക കേട്ടോ. PSCയുടെ ഉദ്ദേശവും നമ്മുടെ സമയം ആ ഒരു ക്വസ്റ്റ്യനിൽ വേസ്റ്റ് ചെയ്യിക്കുക എന്നത് തന്നെയായിരിക്കും. ഓക്കെ, 19ാമത്തെ ചോദ്യത്തിലേക്ക് പോകാൻ നോക്കിക്കേ. മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ് എന്നാണ് ചോദ്യം. പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ഓപ്ഷൻ എ, ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. ഓപ്ഷൻ ബി, ദരിദ്ര കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പ അനുവദിക്കുക. ഓപ്ഷൻ സി, വൃദ്ധർക്കും നിരാലംബർക്കും സാമ്പത്തിക സഹായം നൽകുക. ഓപ്ഷൻ ഡി, നൈപുണ്യ വികസനത്തിനും തൊഴിൽ പരിശീലനത്തിനുമായി സന്നദ്ധ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുക. അപ്പൊ ഇതിലേതാണ് മുദ്രയുമായി ബന്ധപ്പെട്ടത്? മുദ്ര എന്നതിനെ ആദ്യം നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. എന്താണ് മുദ്ര എന്ന് പറയുന്നത്? മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് അല്ലെ. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി. ഇതാണ് നമ്മുടെ മുദ്ര എന്ന് പറയുന്നത്. മൈക്രോ യൂണിറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചെറുകിട സംരംഭങ്ങൾ അല്ലെ. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ്, ചെറുകിട സംരംഭങ്ങളുടെ വ്യവസായത്തിനും അതിനെ റീഫിനാൻസ് ചെയ്യുന്നതിനും വേണ്ടി അതിനെ കുറച്ച് സാമ്പത്തിക സഹായങ്ങളും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസിയാണ് മുദ്ര എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ ഉത്തരമായി വരുന്നത്. നൈപുണ്യ വികസനത്തിനും തൊഴിൽ പരിശീലനത്തിനുമായി സന്നദ്ധ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ്. അപ്പൊ ഏതാണ് മുദ്ര? എന്താണ് മുദ്ര ലക്ഷ്യം വെക്കുന്നത്? എന്താണ്? ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. മൈക്രോ യൂണിറ്റ്സ് അല്ലെ. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് മുദ്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്ക് മുദ്ര ലോൺസ് അറിയാം. ഏതൊക്കെയാണ്? ഒന്ന് ശിശു ഉണ്ട്. 2 കിഷോർ, എന്താണ് കിഷോർ ഉണ്ട്. 3 എന്താണ്? 3 തരുൺ ഉണ്ട്. ശിശു, കിഷോർ, തരുൺ. ഈ ശിശു എന്ന് പറയുന്നത് 50,000 രൂപ വരെ നമുക്ക് ലോൺ കിട്ടും. അത് കഴിഞ്ഞിട്ട് കിഷോർ എന്ന് പറയുന്നത് 50,001 മുതൽ 5 ലക്ഷം വരെ. 50,001 മുതൽ 5 ലക്ഷം വരെ ഏതിൽ വരും? കിഷോറിൽ വരും. തരുണിൽ വരുന്നത് 5,01 മുതൽ 10 ലക്ഷം രൂപ വരെയാണ് നമുക്ക് തരുൺ വഴി വായ്പ ലഭിക്കുന്നത് ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ട്. ആ തരുണിൽ തന്നെ നമുക്ക് 2024 നമുക്കൊരു പുതിയ സംരംഭം വന്നിട്ടുണ്ട്, തരുൺ പ്ലസ് എന്ന് പറഞ്ഞിട്ട്. എന്തിനാണ്? കുറച്ചും കൂടി നമ്മുടെ ആ വ്യവസായം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 20 ലക്ഷം രൂപ വരെ നമുക്ക് എന്ത് ലഭിക്കുന്നു? വായ്പ ലഭിക്കുന്നു. ഇതാണ് മുദ്രയിലൂടെയുള്ള ആ ഒരു എന്താണ് നമുക്ക് കാശ് കൊടുക്കുന്ന ആ ഒരു ലോണിംഗ് സ്കീം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ശിശു, കിഷോർ, തരുൺ. ഓക്കെ, ക്ലിയർ. 20ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് സൊസൈറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത് ആർക്കൊക്കെ? അപ്പൊ നമ്മുടെ ദേശീയ ലീഗൽ സർവീസ് സൊസൈറ്റി ചിലർക്കൊക്കെ ചില സൗജന്യ നിയമസഹായങ്ങൾ നൽകുന്നുണ്ട്. അത് ആർക്കൊക്കെ എന്നാണ് നമ്മുടെ ചോദ്യം. സ്റ്റേറ്റ്മെന്റ് 1 സ്ത്രീകൾക്കും കുട്ടികൾക്കും. 2 വ്യവസായശാലയിലെ തൊഴിലാളികൾ. 3 ഭിന്നശേഷിക്കാർ. ആർക്കൊക്കെ കൊടുക്കുന്നുണ്ടേ?
ഓപ്ഷൻ എ 2 and 3, ഓപ്ഷൻ ബി 1 and 3, ഓപ്ഷൻ സി 1 and 2, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ആർക്കൊക്കെയാണ് സൗജന്യ നിയമസഹായം നൽകുന്നത്? ആർക്കൊക്കെയാണ്? ഇവർക്ക് എല്ലാവർക്കും നൽകുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും, വ്യവസായശാലകളിലെ തൊഴിലാളികൾക്ക്, ഭിന്നശേഷിക്കാർക്ക്. ഓൾ ഓഫ് ദി എബോവ് എല്ലാം ശരിയാണ് എന്നതാണ് ഇവിടത്തെ ഉത്തരമായി വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ചോദ്യം നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ശരിയായ പ്രസ്താവനയാണ് ചോദ്യം. അപ്പൊ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വകുപ്പ് 51A ഇവ പ്രതിപാദിക്കുന്നു. മൗലിക കർത്തവ്യങ്ങൾ 51A. 2 ഭാഗം 3A ഇവ ഉൾക്കൊള്ളുന്നു. ഭാഗം 3A ഉൾക്കൊള്ളുന്നു എന്ന് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു. 3 12 മൗലിക കർത്തവ്യങ്ങളാണുള്ളതെന്ന് പറയുന്നു. 12 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 2, 3, ഓപ്ഷൻ ഡി 1, 3. സത്യത്തിൽ നമ്മുടെ PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. കാരണം ഇവിടെ ഉത്തരമില്ല. കാരണം നോക്കിക്കേ, വകുപ്പ് 51A പ്രതിപാദിക്കുന്നു. ശരി. ഭാഗം 3 അല്ല, എത്രയാണ്? ഭാഗം 4A ആണല്ലേ? 4A ആണ്. 12 മൗലിക കർത്തവ്യങ്ങളല്ല, 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. അപ്പൊ ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചാൽ ഓൺലി 1 എന്ന് പറയും അല്ലേ? ഓൺലി 1. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ PSC ഇത് ക്യാൻസൽ ചെയ്തത് കേട്ടോ. അപ്പൊ നമുക്കറിയാം 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളുന്നത്. അത് പ്രാബല്യത്തിൽ വരുന്നത് 1977 ജനുവരി 3 മൗലിക കർത്തവ്യങ്ങൾ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1977 ജനുവരി 3 എന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. അപ്പൊ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ സഭയിൽ പ്രധാനമായും, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. 2 നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു. 3 അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ഓപ്ഷൻ എ 2 and 3, ഓപ്ഷൻ ബി 1 and 2, ഓപ്ഷൻ സി 1 and 3, ഓപ്ഷൻ ഡി 1, 2 and 3. ഇങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻസ് വരുന്നത്. നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തിക്കാണും. എന്നിരുന്നാലും ഒന്ന് പറയട്ടെ, സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തേത് പ്രധാനമായി എന്ന് പറയുമ്പോൾ മേജർ കമ്മിറ്റികൾ. ആകെ എത്ര മേജർ കമ്മിറ്റികളാണ്? എത്രയാണ്? 8 മേജർ കമ്മിറ്റികൾ ഉൾപ്പെടെ ചെറുതും വലുതുമായിട്ട് 22 കമ്മിറ്റികൾ. 8 മേജർ കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ആകെ മൊത്തം 22 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. നെഹ്റുവും പട്ടേലും അംബേദ്കറും ഒക്കെ പല കമ്മിറ്റികളുടെയും ചെയർമാൻ ആയിരുന്നു അല്ലെ? വളരെ വളരെ ശരിയാണ്. അസംബ്ലിയിലെ മീറ്റിംഗുകൾ എങ്ങനെയായിരുന്നു? പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ തന്നെയായിരുന്നു. അതും ശരിയാണ്. അപ്പൊ 1 മാത്രമാണ് തെറ്റ്. 2ഉം 3ഉം ശരി. 2ഉം 3ഉം ശരി. എവിടെ? ഓപ്ഷൻ എ ഓൺലി 2 and 3. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? 23ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 23ാമത്തെ ചോദ്യം നോക്കിക്കേ, നിങ്ങൾ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയേത്? അപ്പൊ അമേരിക്കയിൽ നിന്ന് നമ്മൾ കടം വാങ്ങിയത് എന്തൊക്കെയെന്നാണ് ഇവിടുത്തെ ചോദ്യം. ഓപ്ഷൻ ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് നിർദ്ദേശക തത്വങ്ങൾ, 2 മൗലിക അവകാശങ്ങൾ, 3 നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. ഇതിൽ ഏതൊക്കെയാണ് കടമെടുത്തിട്ടുള്ളത് നമ്മൾ അമേരിക്കയിൽ നിന്നും? നോക്കിക്കേ, ഓപ്ഷൻ എ ഓൾ ഓഫ് ദി എബോവ്, ബി 1 and 3, ഓപ്ഷൻ സി 2 and 3, ഓപ്ഷൻ ഡി 1 and 2. നമുക്കിവിടെ ക്ലിയർ ആയിട്ട് അറിയാം, നിർദ്ദേശക തത്വങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണല്ലേ? കാനഡയിൽ നിന്ന്. അപ്പൊ എന്തായാലും അല്ല. ഒന്നില്ലാത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 2 and 3 മാത്രമാണ് അല്ലെ? മൗലിക അവകാശങ്ങളും നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയും നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. കാനഡയിൽ നിന്ന് ഫെഡറൽ സംവിധാനം നമ്മൾ കടമെടുത്തതും എവിടെ നിന്ന് തന്നെയാണ്? കാനഡയിൽ നിന്നുമാണ് ഫെഡറൽ സംവിധാനം. എന്നാൽ ഫെഡറൽ കോടതി നമ്മൾ കടമെടുത്തിരിക്കുന്നത്, നമ്മുടെ ഭരണഘടന ഏറ്റവും കൂടുതൽ കടമെടുത്തിരിക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അവിടെ നിന്നാണ് ഫെഡറൽ കോർട്ട്
കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ. അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ. ഇനി ബ്രിട്ടനിലേക്ക് പോകാം. ബ്രിട്ടനിൽ നിന്നും എന്തൊക്കെ കടം വാങ്ങിയിട്ടുണ്ട്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അർദ്ധ ഫെഡറൽ സമ്പ്രദായം, അതായത് നമ്മുടെ ക്വാസി ഫെഡറൽ ആണ് കേട്ടോ. 2 കേവല ഭൂരിപക്ഷ സമ്പ്രദായം. 3 നിയമനിർമ്മാണ പ്രക്രിയ. ഓപ്ഷൻ എ 1 and 2 only, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി 1 and 3, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. അവിടെയും എന്ത് തന്നെയാണ് വരുന്നത്? ഓപ്ഷൻ ബി 2 and 3 എന്ന് തന്നെയാണ് വരുന്നത്. അർദ്ധ ഫെഡറൽ എന്ന് പറയുമ്പോൾ നമ്മൾ കാനഡയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് 25ാമത്തെ ചോദ്യം നോക്കിക്കേ. 25ാമത്തെ ചോദ്യം. ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനയിലെ 19 നമ്മുടെ മൗലിക അവകാശങ്ങൾ നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യം തരുന്നുണ്ടല്ലേ. നോക്കിക്കേ, ഒന്നാമത്തേത് സഞ്ചാര സ്വാതന്ത്ര്യം, 2 വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, 3 സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതിലേതാണ് 19ാം വകുപ്പിൽ പറയുന്നത്? സഞ്ചാര സ്വാതന്ത്ര്യവുമുണ്ട്, സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണുള്ളത്. ആർട്ടിക്കിൾ 21A പ്രകാരമല്ലേ. അപ്പൊ അത് 19-ലല്ല വരുന്നത്. അപ്പൊ 2 ഇല്ല എന്നുള്ളതാണ് ശരി. അപ്പൊ 2 ഇല്ലാതെ 1ഉം 3ഉം മാത്രമുള്ളത്. ഓപ്ഷൻ എ 1 and 2 only, ഓപ്ഷൻ ബി 1 and 3 only, ഓപ്ഷൻ സി 2 and 3 only, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ഏതാണ് 1ഉം 3ഉം മാത്രമെന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി. ഇതേ വീണ്ടും ഓപ്ഷൻ ബി. 25ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ്. 26ാമത്തെ ചോദ്യത്തിലേക്ക് പോകാൻ നോക്കിക്കേ. ഇവിടെയും PSC ഒരു ഉത്തരം നമുക്ക് തന്നിട്ടില്ല. നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. നോക്കൂ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കമ്മീഷനിൽ 5 അംഗങ്ങളാണുള്ളത്. 2 സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്. 3 ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി മറ്റൊരു അംഗമാണ്. ഓപ്ഷൻ എ ഓൺലി 1 and 3, ഓപ്ഷൻ ബി ഓൾ ഓഫ് ദി അബോവ്, ഓപ്ഷൻ സി ഓൺലി 2 and 3, ഓപ്ഷൻ ഡി ഓൺലി 1 and 3. നമ്മുടെ PSC ഡിലീറ്റ് ചെയ്തൊരു ചോദ്യമാണ്. കാരണം നമ്മുടെ കമ്മീഷനിൽ ആകെ 6 അംഗങ്ങൾ, 5+1 എന്ന് പഠിക്കുക. 5 അംഗങ്ങളും കൂടാതെ ഒരു ചീഫ് ജസ്റ്റിസും. അപ്പൊ സുപ്രീം കോടതിയിലെ ജഡ്ജി ഒരു അംഗമാണ്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിക്ക് എന്താകാം? നമ്മുടെ കമ്മീഷന്റെ അധ്യക്ഷനാകാം. എന്താകാൻ കഴിയും? അധ്യക്ഷനാകാൻ കഴിയും. ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് എന്താകാം? നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാകാൻ പറ്റും. അപ്പൊ ഈ ചോദ്യം ഒരു കുഴഞ്ഞു മറിഞ്ഞൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ PSC എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത് തടി തപ്പിയ ഒരു ചോദ്യമാണ് കേട്ടോ. അടുത്ത 27ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 27 കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. കേവല ഭൂരിപക്ഷ സമ്പ്രദായം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. 2 ഒരു പാർട്ടിക്ക് ലഭിക്കാവുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. 3 കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണമാണ് ബ്രിട്ടനും ഇന്ത്യയും. അപ്പൊ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ബ്രിട്ടനും ഇന്ത്യയും ഉദാഹരണമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ എ ഓൺലി 1 and 3, ഓപ്ഷൻ ബി ഓൺലി 2 and 3, ഓപ്ഷൻ സി ഓൺലി 1 and 2, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ് എന്നാണ് ഉത്തരം വരുന്നത്. എന്നാണ് 4ാമത്തെ ഓപ്ഷൻ ഉത്തരമല്ല. അപ്പൊ ഇവിടെ ഉത്തരമായി വരുന്നത് ഏതാണ്? ഉത്തരമായി വരുന്നു ഓപ്ഷൻ എ ഓൺലി 1 and 3, 1ഉം 3ഉം മാത്രം. ഒരിക്കലും ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും എന്തായിരിക്കില്ല? തുല്യമായിരിക്കുമല്ല. അത് ശുദ്ധ അസംബന്ധമാണല്ലേ. ഒരിക്കലും സംഭവിക്കില്ല. കിട്ടുന്ന അത്രയും വോട്ടുകളുടെ അത്രയും തന്നെ സീറ്റുകൾ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ ലഭിക്കുകയില്ല. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കാം, എന്നാൽ കുറച്ച് വോട്ടുകളുമായിരിക്കാം. ഇതിന് ഏറ്റവും ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം 28ാമത്തെ ചോദ്യം. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. 2 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. 3 അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അതിലേതാണ് ശരി? ഓപ്ഷൻ എ ഓൺലി 2 and 3, ബി ഓൺലി 1 and 3, സി ഓൺലി 1 and 2, ഡി ഓൾ ഓഫ് ദി എബവ്. ഏതാണ്?
ഏതാണ്? ഓൾ ഓഫ് ദി എബവ്. ഇതിലെല്ലാം ശരിയാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് ഒരാളെ വെക്കുന്നു, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മറ്റ് അംഗങ്ങൾക്കുമൊക്കെ തുല്യ അധികാരമാണുള്ളത്. അതുപോലെ തന്നെ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ആരാടെ? നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ക്ലിയർ അല്ലേ? 29ാമത്തെ ചോദ്യം നോക്കാം. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനയാണ് നമ്മുടെ ഉപരാഷ്ട്രപതിയുമായി ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. 2, ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. 3, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓൺലി 1 and 3, ഓപ്ഷൻ ബി ഓൺലി 2 and 3, ഓപ്ഷൻ സി ഓൾ ഓഫ് ദി എബോവ്, ഓപ്ഷൻ ഡി ഓൺലി 1 and 2. ഇവിടെ ഓൾ ഓഫ് ദി എബോവ് എന്ന് പറയുന്ന ഓപ്ഷൻ സാധാരണഗതിയിൽ നമുക്ക് ഓപ്ഷൻ ഡിയിലാണ് വരുന്നത്. നമ്മുടെ മനസ്സിൽ എല്ലാം ശരിയാണ് എന്ന് കാണുമ്പോൾ നമുക്ക് ഡി ബബിൾ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെ ചിലരെ കുരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ PSC ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്നു ഓൾ ഓഫ് ദി എബോവ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം നോക്കാം. നോക്കിക്കേ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ശരിയല്ലേടെ? വളരെ വളരെ ശരിയാണല്ലേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. ശരിയാണല്ലേ? രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. നമ്മുടെ ലോകസഭയുടേത് ലോക്സഭ സ്പീക്കറും രാജ്യസഭയുടേത് ആരാണ്? നമ്മുടെ ഉപരാഷ്ട്രപതിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ആണോ? ആണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന അതേ പ്രൊസീജിയറിൽ തന്നെയാണ് നമ്മുടെ ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്നത്. എല്ലാം ശരിയാണ് അല്ലെ? ഓപ്ഷൻ സി ഓൾ ഓഫ് ദി above. 30ാമത്തെ ചോദ്യം നോക്കാം. ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനയുടെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 2, 12ാം ഷെഡ്യൂളിൽ 73ാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു. 3, ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. നോക്കിക്കേ, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ സി 2 and 3, ഓപ്ഷൻ സി 1 and 3, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് നോക്കാം. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെ പറ്റി പ്രതിപാദിക്കുന്നു. 1992 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടല്ലേ നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്നത്. ശരിയാണല്ലേ? പഞ്ചായത്ത് രാജ് സംവിധാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, 12ാം ഷെഡ്യൂളിൽ 73ാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു. 12ാം ഷെഡ്യൂൾ നമ്മുടെ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ഷെഡ്യൂൾ ഏതാണ്? 11 അല്ലേ? 11ാം ഷെഡ്യൂൾ അല്ലേ? അപ്പൊ രണ്ടാമത്തെ തെറ്റല്ലേ? രണ്ടാമത്തെ തെറ്റാണ്. 3, ത്രിതല ഭരണ സംവിധാനം. ശരിയാണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ ത്രിതല ഭരണ സംവിധാനമാണ് നമുക്കുള്ളത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1, 3 മാത്രം ശരി. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരമായി വരുന്നത്. ശരിയല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. 31ാമത്തെ ചോദ്യം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത്. 2, ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. അപ്പൊ ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ഓൺലി 2 and 3, ഓപ്ഷൻ ബി ഓൺലി 1 and 3, ഓപ്ഷൻ സി ഓൾ ഓഫ് ദി എബോവ്, ഓപ്ഷൻ ഡി ഓൺലി 1 and 2. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ. വളരെ ശരിയാണ്. ധനകാര്യ മന്ത്രാലയത്തിന്റെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രാഹുൽ നവീൻ ഈ പരീക്ഷ നടക്കുമ്പോഴും ഇപ്പോഴും രാഹുൽ നവീൻ തന്നെയാണ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയായിട്ടുള്ളതാണ്. അപ്പൊ ഓൾ ഓഫ് ദി എബോവ് എല്ലാം ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 32ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. സംസ്ഥാന ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നു. 2,
മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. 3 മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തമാണുള്ളത്. ഓപ്ഷൻ എ ഓൺലി 2 and 3, ഓപ്ഷൻ ബി ഓൺലി 1 and 3, ഓപ്ഷൻ സി ഓൾ ഓഫ് ദി അബവ്, ഓപ്ഷൻ ഡി ഓൺലി 1 and 2. ഏതാണ് ഉത്തരം? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണറാണ്. ശരിയാണ്. മന്ത്രിസഭയെ ഗവർണർ നിയമിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം. 4 മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തം. മന്ത്രിസഭയ്ക്ക് ഗവർണറോടാണോ കൂട്ടുത്തരവാദിത്തമുള്ളത്? മന്ത്രിമാർക്ക് മന്ത്രിസഭയോട് കൂട്ടുത്തരവാദിത്തം, നിയമസഭാ അംഗങ്ങൾക്ക് നിയമസഭയോട് കൂട്ടുത്തരവാദിത്തം. അങ്ങനെയല്ലേ? 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ 1ഉം 2ഉം എവിടെ? ഓപ്ഷൻ ഡി ഓൺലി 1 and 2 ആണ് ഉത്തരമായി വരുന്നത്. 33ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിക്കുന്നത്. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. അപ്പൊ ഗവർണറുടെ നിയമനം ശരിയാണല്ലേ? നമുക്ക് പറഞ്ഞു പോകാം. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയല്ലേ ഗവർണറെ നിയമിക്കുന്നത്? ശരിയാണ്. ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നുണ്ടോ? ഇല്ല. ഗവർണർക്കും രാഷ്ട്രപതിക്കുമൊക്കെ നാമമാത്ര അധികാരം മാത്രമാണുള്ളത്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 3 ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണർ ഒപ്പിട്ടാൽ മാത്രമേ എന്ത് ചെയ്യൂ? ഒരു ബില്ല് നിയമമാകൂ. രാഷ്ട്രപതി ഒപ്പിട്ടാൽ മാത്രമേ ഒരു ബില്ല് നിയമമാകൂ. വളരെ ശരിയാണ് അല്ലെ? 3ാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇവിടെ 1ഉം 3ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ എ ഓൺലി 1 and 3, ബി ഓൺലി 1 and 2, സി ഓൾ ഓഫ് ദി അബവ്, ഡി ഓൺലി 2 and 3. ഏതാണ് 1ഉം 3ഉം മാത്രം ശരിയെന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ഓൺലി 1 and 3. ഓപ്ഷൻ എ ആണ് ഇവിടത്തെ ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം 34ാമത്തെ ചോദ്യം നോക്കിക്കേ. താഴെ പറയുന്നവയിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ലാത്തത്, മനുഷ്യന്റെ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുന്നു, ബി പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു, സി ശരീര താപനില നിയന്ത്രിക്കുന്നു, ഡി ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. ഇതേതാണ് നമ്മുടെ ദഹന വ്യവസ്ഥയുടെ പ്രക്രിയകളിൽ ഇല്ലാത്തത്? ഏതാണ്? ക്ലിയർ ആയിട്ട് നമുക്കറിയാം, നമ്മുടെ ശരീര താപനില നിയന്ത്രിക്കുന്നു. ദഹനവും ശരീര താപനിലയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണല്ലേ? അപ്പൊ ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ്. 35ാമത്തെ ചോദ്യം നോക്കിക്കേ. താഴെ പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. കാൽസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. ഓപ്ഷൻ എ ഓസ്റ്റിയോപോറോസിസ്, ബി പെല്ലഗ്ര, സി ബെറിബറി, ഡി നിശാന്തത. ഏതാണ് കാൽസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം? ഏതാണ്? കാൽസ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലുകൾക്കൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ്. കാൽസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്നു ഓസ്റ്റിയോപൊറോസിസ്. ഓപ്ഷൻ എ ഓസ്റ്റിയോപൊറോസിസ്. അടുത്ത ചോദ്യം 36ാമത്തെ ചോദ്യം നോക്കിക്കേ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് സമുദ്രങ്ങൾ, മഴക്കാടുകൾ, ഹിമാലയ പർവ്വതനിരകൾ, മരുഭൂമികൾ. ഏതാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? ഏതാണ്? മഴക്കാടുകളാണല്ലേ? സൈലന്റ് വാലി ഒക്കെ എന്താണ്? മഴക്കാടാണ്. ആമസോൺ നമ്മുടെ ഒരു മഴക്കാടാണല്ലേ? അപ്പൊ ഭൂമിയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകളാണ്. അടുത്ത ചോദ്യം 37. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? ആരോഗ്യകരമായ കൊഴുപ്പ്. ഓപ്ഷൻ എ പൂരിത കൊഴുപ്പ്, ബി ട്രാൻസ് കൊഴുപ്പ്, സി അപൂരിത കൊഴുപ്പ്, ഡി എല്ലാം. ഇതിൽ ഏതാണ് ആരോഗ്യകരമായ കൊഴുപ്പ്? ഏതാണ്? അപൂരിത കൊഴുപ്പ്. ഓപ്ഷൻ സി അപൂരിത കൊഴുപ്പിനെയാണ് നമ്മൾ ആരോഗ്യകരമായ കൊഴുപ്പ് എന്ന് പറയുന്നത്. അപൂരിത കൊഴുപ്പാണ് ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം 38ാമത്തെ ചോദ്യം നോക്കിക്കേ. ജനിതക എഡിറ്റിംഗ് സാങ്കേതികതയായ CRISPR-Cas9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്? ഇത് നമുക്ക് ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണത്. 39ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയാണ് ചോദിക്കുന്നത്. ഫെമോറൽ ധമനി, കരോട്ടിഡ് ധമനി, അയോർട്ട, വീനക്കാവ. ഇതിലേതാണ് ഏറ്റവും വലിയ ധമനി?
ഏറ്റവും വലിയ ധമനി ചോദിച്ചാൽ കണ്ണടച്ച് പറയണം, ഏതാണ്? അയോട്ട. അയോട്ടയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി എന്ന് പറയുന്നത്. 40ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ ഏതാണ്? ഓപ്ഷൻ എ അനോഫിലസ്, ബി ഈഡിസ് ഈജിപ്തി, സി ക്യൂലെക്സ് കൊതുകുകൾ, ഡി ഏഷ്യൻ ടൈഗർ കൊതുകുകൾ. ഏഷ്യ വരെ ഒന്നും പോകണ്ട അല്ലെ. ഡെങ്കിപ്പനി പരത്തുന്ന നമുക്ക് കൃത്യമായിട്ട് അറിയാം. കൊതുക് കടിച്ചാൽ ഡെങ്കിപ്പനി വരും. ഏത് കൊതുക്? നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നു. ഏതാണ്? ഓപ്ഷൻ ബി ഈഡിസ് ഈജിപ്തി. ഏതാണ്? ഓപ്ഷൻ ബി ഈഡിസ് ഈജിപ്തി ആണ് ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം നോക്കാമല്ലോ അല്ലെ. അപ്പൊ ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങളാണ്, നമുക്ക് പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? നമ്മുടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ചൈന, ഇന്ത്യ, അമേരിക്ക, സ്വിറ്റ്സർലാൻഡ്. എവിടെയാണ് നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം? നമ്മൾ ഇങ്ങനെ പറഞ്ഞു പഠിക്കുന്നു, സ്വിറ്റ്സർലാൻഡിലെ ജനീവ. എവിടെയാണ്? സ്വിറ്റ്സർലാൻഡ് അല്ലേ. 41 ഓപ്ഷൻ ഡി സ്വിറ്റ്സർലാൻഡ് ആണ് ഉത്തരമായി വരുന്നത്. 42ാമത്തെ ചോദ്യം ജോഗ്രഫിയിലേക്ക് കടക്കുന്നു. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? അപ്പൊ നമ്മുടെ ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട നമ്മുടെ ത്വരണം, നമ്മുടെ ജി വാല്യൂ ആണ് ചോദിക്കുന്നത്. ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമുണ്ട്. മൂന്നാമത്തേത്, ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത 2 സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയാവൂ. എല്ലാം ശരി എന്നുള്ളത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ഡി എന്തായാലും ഇവിടെ ഉത്തരമല്ല. ഓപ്ഷൻ ഡി എന്തായാലും ഉത്തരമല്ല നമുക്കറിയാം. ഒന്നുകിൽ ധ്രുവപ്രദേശങ്ങളിൽ പരമാവധി മൂല്യം, അതല്ലെങ്കിൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് പരമാവധി മൂല്യം, പിന്നെന്താണ്? ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂകേന്ദ്രത്തിൽ നമ്മുടെ ഭൂമിയുടെ സെന്ററിൽ ജിയുടെ വില എപ്പോഴും 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ഒന്നാണോ ശരി, രണ്ടാണോ ശരി എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. നോക്കാം. ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. നമ്മുടെ ജിയുടെ ഏറ്റവും ഉയർന്ന വാല്യൂ എവിടെയാണ്? ധ്രുവപ്രദേശങ്ങളിലാണ്. നമ്മൾ ക്ലിയർ കട്ടായിട്ട് പഠിക്കുന്ന കാര്യമാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമല്ല, തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പൊ ഇവിടെ 1ഉം 3ഉം ശരി. ഓപ്ഷൻ സി ആണ് ഉത്തരമായി വരുന്നത്. 42ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. 43ലേക്ക് കടക്കാം. നോക്കിക്കേ. എച്ച് ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം, അതായത് h/2, അതായത് ആ ഉയരം h ആണ്, അതിന്റെ പകുതി ദൂരം എന്ന് പറയുമ്പോൾ h/2 സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിന്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എന്തായിരിക്കും? SCRT ഫാക്ട് ആണ്. SCRT സീരീസ് നമ്മൾ തരുന്നുണ്ട്, കൃത്യമായിട്ടും അത് ഫോളോ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇത്തരം ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാനാകൂ. 10th ലെവൽ ആയാലും ഡിഗ്രി ലെവലിൽ നോക്കുന്നവരായാലും കൃത്യമായിട്ടും SCRT സീരീസ് ഫോളോ ചെയ്യുക. അപ്പൊ ഇതിന്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ 2:1, B 1:2, C 1:4, D 1:1. ഇതിന്റെ ഉത്തരമായി വരുന്നു ഓപ്ഷൻ ഡി 1:1. ഏതാണ്? ഓപ്ഷൻ ഡി 1:1 ആണ് ഇവിടത്തെ ഉത്തരം. 44ാമത്തെ ചോദ്യം നോക്കിയേ. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദതരംഗങ്ങളുടെ ആവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. അപ്പൊ ശബ്ദതരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ശുദ്ധജലം, വായു, സമുദ്രജലം. ശുദ്ധജലം, വായു, സമുദ്രജലം. ഓപ്ഷൻ എ 2, 1, 3, ബി 1, 3, 2, സി 3, 1, 2, ഡി 2, 3, 1. അപ്പൊ ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ ആദ്യം ആരോഹണ ക്രമം എന്താണ് എന്നറിയണം. എന്താണ് ആരോഹണ ക്രമം എന്ന് പറയുന്നത്? അസെൻഡിങ് ഓർഡർ ആണ്. അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് ഇവിടെ പറയുന്നത്. അതായത് എന്താണ്? ശബ്ദതരംഗം അതിന്റെ ഏറ്റവും കുറവ് വേഗം എവിടെയാണോ അതിൽ നിന്നും കൂടിയതിലേക്ക് ഇതിനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ശുദ്ധജലം, വായു, സമുദ്രജലം. നമുക്കറിയാം വായു, ശുദ്ധജലം, സമുദ്രജലം, അങ്ങനെയാണ് ഇതിന്റെ ഒരു ഓർഡർ പോകുന്നത്. അപ്പൊ നമുക്ക് ഉത്തരമായി വരുന്നു ഓപ്ഷൻ എ 213. ആരോഹണ ക്രമവും അവരോഹണ ക്രമവും ഒക്കെ പഠിച്ചു വെക്കുക. ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതാൻ പറഞ്ഞാൽ ആരോഹണ ക്രമം അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ, വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതാൻ പറഞ്ഞാൽ അവരോഹണ ക്രമം അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ. മറന്നു പോകരുത് കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? അതായത് നമ്മുടെ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള
തമ്മിലുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? അപ്പൊ എത്ര പെർസെന്റേജ് എത്തി എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ 1.5%, ബി 2%, സി 10%, ഡി 1%. എത്രയാണെന്ന് പറയാവോ? നമ്മുടെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ വെറും 1% മാത്രമാണ് ആദിത്യ L1 എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി 99% ദൂരവും കവർ ചെയ്യാൻ കിടക്കുന്നു. അടുത്ത ചോദ്യം നോക്കിക്കേ, 46ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപനം അല്ലെങ്കിൽ പദ്ധതി അല്ലാത്തതേത്? സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപനം അല്ലെങ്കിൽ പദ്ധതി അല്ലാത്തതാണ് ചോദിക്കുന്നത്. ഒന്നാമത്തേത് NSM, 2 NLCIL, 3 NISC. ഓപ്ഷൻ എ 1, ബി 3, സി 2, ഡി ഇവയെല്ലാം. ഏതാണ് ഉത്തരമായി വരുന്നത്? ഇത് ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. നമുക്ക് അടുത്തതിലേക്ക് പോകാവേ. 47ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്? നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം സ്പോഞ്ചി അയൺ എവിടെയാണ് ഉപയോഗിക്കുന്നത്. SCRT ഫാക്ട് ആണ്. നമ്മുടെ കൊച്ചുകുട്ടികളുടെ പാഠപുസ്തകത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. യൂറിയ, സൾഫർ ഡയോക്സൈഡ്, സൾഫർ ട്രൈ ഓക്സൈഡ്, അമോണിയ, നൈട്രിക് ആസിഡ്. ഏതാണ്? എന്തിന്റെ ഉൽപാദനത്തിനാണ് സ്പോഞ്ചി അയൺ ഉപയോഗിക്കുന്നത്? എന്തിന്റെയാണ്? അമോണിയ അല്ലേ? ഓപ്ഷൻ സി, അമോണിയയുടെ ഉൽപാദനത്തിനാണ്, നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, 48ാമത്തെ ചോദ്യം. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? അലുമിനിയം, ചെമ്പ്, ഇരുമ്പ്, സിങ്ക്. നമ്മൾ സിങ്കിനകത്തേക്ക് ഒരു കലം ഇറക്കി വെക്കണം. എന്ത് ചെയ്യണം? സിങ്കിനകത്തേക്ക് ഒരു കലം. നമ്മൾ കിച്ചൺ സിങ്കില്ലേടെ, കിച്ചണിലെ സിങ്കിനകത്തേക്ക് നമ്മൾ കലം ഇറക്കി വെക്കണം. കലാമിൻ സിങ്കിന്റെ അയിരാണ്. സിങ്കിന്റെ അയിരാണ് എന്തെന്ന് പറയുന്നത്? കലാമിൻ എന്ന് പറയുന്നത്. 49 നോക്കിക്കേ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. തെറ്റാണ് ചോദ്യം. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം. ബി, ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിനാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഫ്ലൂറിനാണ്. അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. ഓപ്ഷൻ ഡി, ഡ്രൈസൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. ഇതിൽ ഏതാണ് ഉത്തരമായി വരുന്നത്? നമുക്ക് ക്ലിയർ ആയിട്ട് കാണുമ്പോൾ അറിയാം തെറ്റേതാണ്. ഓപ്ഷൻ സി ആണല്ലേ. ഹൈഡ്രജന്റെ അറ്റോമിക നമ്പരും മാസ് നമ്പരും സെയിം തന്നെയാണ്. H11 എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. ഹൈഡ്രജന്റെ അറ്റോമിക നമ്പരും മാസ് നമ്പരും ഒക്കെ സെയിം ആണ്. അത് ഇവിടെ വ്യത്യസ്തമെന്ന് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി. 50ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏതാണ്? ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് മുംബൈ, ബാംഗ്ലൂർ, പൂനെ, ഡൽഹി. ബ്രെയിനിന്റെ ഹെൽത്ത് കുറച്ചധികം നല്ല രീതിയിൽ നോക്കേണ്ടത്, ബ്രെയിൻ അധികം ഉപയോഗിക്കുന്ന ടെക്കീസ് ഉള്ളത് എവിടെയാണ്? ബാംഗ്ലൂർ ആണല്ലേ. ഓപ്ഷൻ ബി, ബാംഗ്ലൂർ ആണ് ഉത്തരമായി വരുന്നത്. 51ാമത്തെ ചോദ്യം നോക്കിക്കേ. താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷന്റെ റോവർ ഏത്? ചന്ദ്രയാൻ 3 മിഷന്റെ റോവറിനെയാണ് ചോദിക്കുന്നത്. ഭീം, വിക്രം, ധ്രുവ്, പ്രഗ്യാൻ. ഏതാണ് റോവർ? ഏതാണ്? പ്രഗ്യാൻ അല്ലേ. ലാൻഡർ, വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും അല്ലേ. വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറുമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 52ാമത്തെ ചോദ്യം. കൂത്തുപയോഗിക്കുന്ന പ്രധാന വാദ്യം. കൂത്തമ്പലം, മൃദംഗം, തബല, വീണ, മിഴാവ്. കൂത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏതാണ്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ ഉറങ്ങിപ്പോയത് എപ്പോഴാണ്? മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്നപ്പോഴല്ലേ. അപ്പൊ കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏതാണ്? മിഴാവാണ്. 53ാമത്തെ ചോദ്യം. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ് ആര്? ഭൂതരായർ. ഓപ്ഷൻ എ, CV രാമൻപിള്ള, ബി, രാമവർമ്മ അപ്പൻ തമ്പുരാൻ, സി, അപ്പു നെടുങ്ങാടി, ഡി, കെ സരസ്വതി അമ്മാൾ. ആരാണ് ഭൂതരായർ എന്ന നോവൽ എഴുതിയത്? ഭൂതരായർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഓർത്തു വെക്കുക, രാമവർമ്മ അപ്പൻ തമ്പുരാനാണ് ഭൂതരായർ എന്ന നോവൽ എഴുതിയത്. രാമവർമ്മ അപ്പൻ തമ്പുരാൻ. അടുത്ത ചോദ്യം നോക്കൂ. 54. വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വെട്ടത്ത് സമ്പ്രദായം ക്ലിയർ കട്ട് ചോദ്യമാണ്. ചാക്യാർകൂത്ത്, മുടിയേറ്റ്, കഥകളി, പാഠകം. ഏതാണ് വെട്ടത്ത് സമ്പ്രദായം? ഏതാണ് വെട്ടത്ത് സമ്പ്രദായം? കഥകളി. വെട്ടത്ത് സമ്പ്രദായം കഥകളി. 55 നോക്കിക്കേ. മഹാകവി P. കുഞ്ഞിരാമൻ നായരെ കുറിച്ച്
മേഘരൂപൻ എന്ന കവിത എഴുതിയതാര്? മേഘരൂപൻ. ആറ്റൂർ രവിവർമ്മ, റഫീഖ് അഹമ്മദ്, VM ഗിരിജ, മുരുകൻ കാട്ടാക്കട. ആരാണ് മേഘരൂപൻ? മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കഥ എഴുതിയത് ആറ്റൂർ രവിവർമ്മയാണ്. ആരാണ്? ആറ്റൂർ രവിവർമ്മ. 56 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം 1970, 73, 76, 71. നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഏത് വർഷമാണ് കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയത്. ഏത് വർഷമാണ്? 1973. കേരളം ആകെ നേടിയ സന്തോഷ് ട്രോഫികളുടെ എണ്ണം 7. അവസാനമായി നേടിയതെന്ന് ചോദിച്ചാൽ 2021, 22 വർഷത്തിലാണ്. 2022 ആ കളി വരുന്നത്. 2021, 22 കേട്ടോ. അപ്പൊ 1973-ലും 2021, 22-ലും കേരളം സന്തോഷ് ട്രോഫി കിരീടം നേടിയിട്ടുണ്ട്. ആകെ 7 കിരീടങ്ങളാണ്. ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി ഫൈനൽ കളിച്ച ടീം എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരള ടീമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ തവണ ഫൈനൽ കളിച്ചു, അതായത് ഏറ്റവും കൂടുതൽ ഫൈനൽ തോൽവികൾ നേരിട്ടു ആര്? നമ്മുടെ കേരളം. നോക്കിക്കേ, 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2023 അണ്ടർ-17 ഫിഫ വേൾഡ് കപ്പ്. ഇന്ത്യ, ഇന്തോനേഷ്യ, ഖത്തർ, ദക്ഷിണ കൊറിയ. ഏതാണെന്ന് അറിയാവോടെ? ഏതാണ്? ഇന്തോനേഷ്യ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം, മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം. 2023 ബാലസാഹിത്യ പുരസ്കാരം പി നരേന്ദ്രനാഥ്, കിളിരൂർ രാധാകൃഷ്ണൻ, പ്രിയ AS, സിപ്പി പള്ളിപ്പുറം. ആർക്കാണ് ലഭിച്ചത് 2023 ബാലസാഹിത്യ പുരസ്കാരം? ആർക്കെന്ന് ചോദിച്ചാൽ പറയുക. ആർക്കാണ്? പ്രിയ AS. അപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വർഷം 2025 റീസെന്റ് ആയിട്ട് നമ്മുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്, അത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ബാലസാഹിത്യ പുരസ്കാരവും യുവ പുരസ്കാരവും ഒക്കെ ഒരുമിച്ചാണ് പ്രഖ്യാപിച്ചത്. ആർക്കാണെന്ന് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുകയെ. ഓക്കെ, 59ാമത്തെ ചോദ്യം, സെൻസിറ്റീവായ ബാങ്ക് ഓർ ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം അവിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഇത് ഡാഷ് ആണ്. എന്താണ് അത്? സെൻസിറ്റീവായ ഓൺലൈൻ അല്ലെങ്കിൽ ബാങ്ക് പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട്, അതായത് നിങ്ങളുടെ UPI ID പറഞ്ഞു തരാവോ, നിങ്ങളുടെ ATM-ന്റെ പിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഒക്കെ ചോദിക്കുന്ന, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആകർഷണീയമായ ഓഫർ നൽകി ചോദിക്കുന്നു. ഓപ്ഷൻ A സ്പാം, B ഹാക്കിംഗ്, C ഫിഷിംഗ്, D വൈറസ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ C ഫിഷിംഗ് ആണ് കേട്ടോ. ഫിഷിംഗ്. ഏതാണ്? ഫിഷിംഗ് ആണ്. ഫിഷിംഗ്. ഓക്കെ, ഇരയിട്ട് മീൻ പിടിക്കുന്നു അല്ലേ. 60ാമത്തെ ചോദ്യം നോക്കിക്കേ, പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? എന്താണ്? പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകളിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ഓപ്ഷൻ A ഫയർവാൾ, B ബ്രിഡ്ജ്, C ഹബ്, D റൂട്ടർ. ഏതാണ് വരുന്നത്? ഏതാണ്? നമ്മുടെ റൂട്ടറുകളാണല്ലേ. കറക്റ്റ്. റൂട്ടറിഞ്ഞ് എല്ലാത്തിനെയും പാക്കറ്റുകളാക്കി ഫോർവേഡ് ചെയ്യുന്നത് ഏതാണ്? റൂട്ടർ ആണ്. റൂട്ടർ. 61ാമത്തെ ചോദ്യം, ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, യൂസർ. ഏതാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലേ. ഓപ്ഷൻ A ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പൊ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. 62ാമത്തെ ചോദ്യം നോക്കിയേ, ഡാം ഒരു ഡാഷ് ആണ്. ഡാം ഒരു ഡാഷ് ആണ്. ബാക്ടീരിയ, മാൽവെയർ, സൂപ്പർ കമ്പ്യൂട്ടർ, ക്രിപ്റ്റോ കറൻസി. എന്താണ് ഉത്തരമായി വരുന്നത്? മാൽവെയർ ആണ് കേട്ടോ. ഓപ്ഷൻ B മാൽവെയർ ആണ് ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 63 യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? വെർച്വൽ ഒബ്ജക്റ്റുകൾ നമ്മുടെ യഥാർത്ഥ ലോകത്ത് ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി. ഏതാണ് ഉത്തരമായി വരുന്നത്? ഏതാണ്? ഓഗ്മെന്റഡ് റിയാലിറ്റി. ഏതാണ്? ഓഗ്മെന്റഡ് റിയാലിറ്റി. ഓപ്ഷൻ C ആണ് ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ
നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പ് നൽകുന്നില്ല? അപ്പൊ 2019 ഉപഭോക്തൃ നിയമപ്രകാരം നമുക്ക് ഉറപ്പ് നൽകാത്ത അവകാശം ഏതെന്നാണ് ചോദ്യം. തിരഞ്ഞെടുക്കാനുള്ള അവകാശം, ചൂഷണത്തിനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം. ഏതാണ്? നമുക്ക് സ്വയം ചൂഷണം ചെയ്യാൻ നിന്നു കൊടുക്കാനുള്ള അവകാശമുണ്ടോ? ഇല്ല, നമ്മൾ അങ്ങനെ ചെയ്യപ്പെടുന്നതാണല്ലേ. ഓപ്ഷൻ ബി, ചൂഷണത്തിനുള്ള അധികാരം. നമുക്ക് തിരിച്ച് കടക്കാരെയും എന്ത് ചെയ്യാൻ കഴിയില്ല? ചൂഷണം ചെയ്യാനുള്ള അധികാരം നമുക്കില്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഏതിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്? ഓപ്ഷൻ എ 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 10ാം വകുപ്പ്. ഓപ്ഷൻ ബി 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 15ാം വകുപ്പ്. ഓപ്ഷൻ സി 90 ദേശീയ വനിതാ കമ്മീഷന്റെ 12ാം വകുപ്പ്. ഡി 90 ദേശീയ വനിതാ കമ്മീഷന്റെ 3ാം വകുപ്പ്. ഏത് വകുപ്പിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ വ്യക്തമാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലെ 10ാം വകുപ്പ്. ക്ലിയർ അല്ലേടെ? 66ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. 67ലേക്ക് പോകാം. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. 2ാം വകുപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള അവകാശം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജോലി രേഖകൾ എന്നിവയുടെ പരിശോധന. ബി രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ. സി മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഏതാണ് ഉത്തരമായി വരുന്നത്? 2ാം വകുപ്പിൽ ഉറപ്പ് നൽകുന്ന അവകാശം. ഇനി പറയുന്ന അവകാശം ഏതാണ്? മുകളിൽ പറഞ്ഞവയെല്ലാം. നമുക്ക് ജോലി അല്ലെങ്കിൽ രേഖകൾ എന്നിവ പരിശോധിക്കാം. രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ നമുക്ക് എടുക്കാൻ പറ്റും. മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കാനും കഴിയും. ഏത് പ്രകാരം? 2ാം വകുപ്പ് പ്രകാരം. 2005 വിവരാവകാശ നിയമത്തിലെ 2ാം വകുപ്പ് പ്രകാരം. 68ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2021 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. അപ്പൊ ഇരയായ കുട്ടികളുടെ തെളിവുകൾ എത്ര ദിവസത്തിനുള്ളിൽ രേഖപ്പെടുത്തണം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 60 ദിവസം, ബി 30 ദിവസം, സി 90 ദിവസം, ഡി 1 വർഷം. എത്ര ദിവസത്തിനുള്ളിൽ രേഖപ്പെടുത്തണം എന്നാണ്? എത്രയാണ്? 30 ദിവസം കേട്ടോ. 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. ഇരയായ കുട്ടിയുടെ തെളിവുകൾ 30 ദിവസത്തിനുള്ളിൽ രേഖപ്പെടുത്തണം. അവിടെ നോക്കിക്കേ, പോക്സോ നിയമപ്രകാരം കുട്ടി 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും, 16 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും, 14 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും, 10 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. ഏതാണ് പോക്സോ നിയമപ്രകാരം കുട്ടി? പോക്സോ നിയമപ്രകാരം കുട്ടി 18 വയസ്സുള്ള ഏതൊരു വ്യക്തിയും. ബാലവേല വിരുദ്ധ നിയമപ്രകാരം 14 വയസ്സിന് താഴെയുള്ള ആളെയാണ് കുട്ടിയായി പരിഗണിക്കുന്നത്. എന്നാൽ പോക്സോ പ്രകാരം 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളും കുട്ടിയാണ്. 70ാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷന്റെ 2024 അധ്യക്ഷയെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. രേഖാ ശർമ്മ, ജയന്തി പട്നായിക്, മമത ശർമ്മ, ലളിത കുമാരമംഗലം. നമ്മൾ ഈ 2024 രേഖാ ശർമ്മയായിരുന്നു. നമുക്ക് നിലവിലെത്തിയത് മതി. ആരാണ്? വിജയ കിഷോർ ഹെദ്കർ ആണ് നിലവിലെ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ. ഓക്കെ, ക്ലിയർ അല്ലേടെ? അപ്പൊ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഒഴിച്ച് ബാക്കി വന്ന 70 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അടുത്ത ക്ലാസ്സിലൂടെ മറ്റൊരു സെക്ഷനുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ സെക്ഷൻ വളരെ ഉപയോഗപ്രദമായി എന്ന് തന്നെ കരുതുന്നു. താങ്ക്